എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ കുറേ ബിസ്ക്കറ്റിന്റെ പെട്ടിന്റെ ഇത് വെച്ചിട്ട് കാശിക്കൊണ്ട് കസേര ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പുറത്ത് തീർന്നത് അത് അവന്റെ കയ്യിലിരിക്കുന്ന പശേനെ പറ്റിട്ടാണ് അവൻ പറയണേ. അപ്പൊ ഇത്രയും പെട്ടി വെച്ചിട്ട് നമ്മള് കാശിക്കുട്ടനൊരു എന്തുണ്ടാക്കാൻ പോണേ? തസേര ഉണ്ടാക്കാൻ പോവാ. കസേര അല്ലാണ്ടാ തസേര ഒന്നൊരു പറഞ്ഞേ. യെസ്, ഓക്കെ. അപ്പോ നമ്മള് 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ സാധനം എന്താ നമ്മുടെ ബിസ്ക്കറ്റിന്റെ പെട്ടി. ഇത് നമ്മള് 2 മാസമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന ബിസ്ക്കറ്റിന്റെ പെട്ടി നമ്മൾ കൂട്ടി വെച്ചേക്കണ്ട. ഒരു പ്രാവശ്യം അതൊക്കെ പറയാം. അപ്പൊ ഇത് നമ്മള് 2 മാസമായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം മേടിക്കുമ്പോ 4 കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും പെട്ടികൾ വന്നേക്കണേ. അത് പൊളിച്ചു കളയാട്ടെ. അപ്പൊ കാശിക്കൊണ്ട് അത് പൊളിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണ്ട കേട്ടോ. വെച്ചു കൊടുത്ത ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി നമുക്ക് കൊടുക്കണം. അപ്പൊ നമ്മള് ഇങ്ങനെ ആദ്യം വെക്കുക. എന്നിട്ട് കാശിക്കൊണ്ട് കൊടുത്ത് വെക്കണം കേട്ടോ. കാശിക്കൂട്ടം പറഞ്ഞുതരും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത്. ഇങ്ങനെ ആദ്യം വെക്കാം 2 എണ്ണം. പിന്നെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ വലിയ പിള്ളേരുടെ മുകളിൽ കൂടി കയറില്ല. ഇവിടെ കാശിക്കൂട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ ഇങ്ങനെ ഒരു ലെയർ വെച്ച് ഇനി ഒരു ആര് ബാഡ് ബോയ്? ബാഡ് ബോയ്സ് ആണ് ഇതിന്റെ. ബാഡ് ബോയ്മാരാണ് ഇതിന്റെ മുകളിൽ കൂടിയൊക്കെ ചാടുള്ളൂ. കാശിക്കൂട്ടിന് ഇരിക്കാൻ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് ഒരു ലെയറും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ വശമൊക്കെ നമ്മൾ അടക്കണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ആദ്യം ഇങ്ങനെ ഒട്ടിക്കുക. അപ്പൊ നമ്മളിത് ഇതുപോലെ ആദ്യം തന്നെ വെച്ചു കൊടുക്കാം. ഓക്കെ, 2 ലെയർ കേട്ടാ. അപ്പൊ കുറച്ച് കട്ടിയിട്ടും അവിടെ അല്ല, അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റി വെക്കാട്ടോ. പിന്നെ നമ്മളിത് ഇതുപോലെ ഒരു 2 ലെയർ ഇവിടെ വെക്കണ്ട. നമുക്ക് ഇനി ബാക്കോട്ട് മാത്രം വെക്കാം. കാശിക്കൊണ്ട് ചാരി ഇരിക്കാൻ കുറച്ചും കൂടി പെട്ടിനായിരുന്നെങ്കിൽ നമുക്ക് കാശിക്കൊണ്ട് കൈ വെക്കാൻ ഭാഗത്തിനോട് വെക്കാമായിരുന്നു. അപ്പൊ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ 3 ലെയർ വെച്ചു കൊടുക്കാം കേട്ടോ മുകളിലായിട്ട്. അപ്പൊ കാശിക്കൊണ്ട് ചാരി ഇരിക്കാൻ ഭാഗത്തിന് ഇതുപോലെ വെച്ചു കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ എടുത്തേക്കണ ഒരു കാർഡ്ബോർഡ് വലുതാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ ബാക്കിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു ആർച്ച് പോലെ പശ വെക്കണം. ഒരു ആർച്ച് പോലെ ഇത് ഒട്ടിച്ചു കൊടുക്കൂട്ടോ. അത് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കാർഡ്ബോർഡ് വെച്ചിട്ട് ഇരിക്കൂല. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ആദ്യം വെച്ചു കൊടുക്കണം. കാശി ഒന്ന് ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് പൊളിഞ്ഞു പോന്ന് നോക്കട്ടെ. പൊളിഞ്ഞു പോയില്ലെങ്കിൽ മാത്രം ഞങ്ങൾ ഇത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത് പറഞ്ഞേക്കത് എന്ന് പറഞ്ഞേ. പൊളിഞ്ഞു പോയില്ലെങ്കിൽ മാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞേ അവരോട്. ഇരുന്നോ? സെറ്റല്ലേ? ഓക്കെ, അവരോട് ടൺ പറയും. ഇവിടെ ഇരുന്ന് പറയട്ടെന്ന്. അപ്പൊ നമ്മള് ഇതൊക്കെ ഒട്ടിച്ചെടുത്ത് നോക്കട്ടെ. ചിലപ്പോ ഞങ്ങള് ഈ പെട്ടിക്കകത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങള് തിരികെ കയറ്റുണ്ട്. പേപ്പർ അങ്ങനെ തിരികെ കയറ്റും കുറച്ച് കട്ടിയിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അതെ അവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങളിത് ഒട്ടിച്ചിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ പ്ലീസ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ, ഒട്ടിച്ചിട്ട് ഇപ്പൊ വരാം. അപ്പൊ നമുക്കിത് ഒട്ടിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങള് കസേര ഒട്ടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് വേറൊരു സാധനം കിട്ടിട്ടോ. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് പുറകിൽ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചിട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഇത് ഈ ഒരു സാധനം കിട്ടിയതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ നേരത്തെ നിങ്ങൾ കണ്ടിട്ടാവും. കാശിക്കൊണ്ട് ഞാൻ ഇതുകൊണ്ട് ലാപ്ടോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ നിമിഷം തന്നെ അവനെ നശിപ്പിച്ചിടാം. ഈ ഒരു സാധനത്തിന്റെ ഈ ബാക്ക് പോർഷൻ കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ ബാക്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ മതിലുമ്പോ നിറച്ച് പാട് വീഴുമ്പോ അങ്ങനെയൊക്കെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ നമുക്കിത് ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടേക്കാം. അപ്പൊ നമുക്ക് താഴേക്ക് നന്നായിട്ട് ആ കാർഡ്ബോർഡ് മേക്ക് ഒട്ടാൻ വേണ്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ചെറിയ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കാട്ടോ. സൂചി പോലെയാണ് ഇരിക്കണേ. അപ്പൊ നമ്മള് മാസ്കിംഗ് ടേപ്പ് അല്ല, നമ്മള് മാസ്കിംഗ് ടേപ്പ് സോറി, അത് നമ്മൾ ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കണ്ട്. കാശിക്കുട്ടൊക്കെ കത്രി വെച്ച് മുറിച്ച് തരും. മുറിച്ചോ? യെസ്, കറക്റ്റ്. കട്ട് ചെയ്തു. അത് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ഒട്ടിക്കാം. ചാടി പോരരുതല്ലോ, കാശിക്കുട്ട ഇരിക്കാനുള്ളതല്ലേ. ഓക്കെ, ഡൺ.
നമ്മൾ ഇത്രയും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാശിക്കൊണ്ട് ഒരു പാട്ട് പാടി കൊടുത്തേ. എന്നാ പാടിക്കൊടു. ഒന്ന് പാടിക്കൊടുക്കോ? ഉണ്ണിവാവ പാടി കൊടുത്തേ. ഒച്ചയില് പാട്. ആ ഒച്ചയില് പാട്. ഉണ്ണിവാവ കൊണ്ട് ബാക്കി ആരും കേക്കണില്ല. പാട്. അവൻ പാടണ്ടാവും മാത്രം കേൾക്കണമെന്നുള്ളൂ, വേറെ ആരും കേൾക്കണില്ല. കാശിയുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സും ചേട്ടന്മാരും ചേച്ചിമാരൊന്നും കേൾക്കൂല കാശി പാട്ട് പാടുന്നത്. കാശി പാട്ടൊക്കെ പാടും. ഉണ്ണി വാവോ പാടുണ്ട് ഗൈസ്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ഇതോടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. യെസ്, സൈഡിലും കൂടി കുറച്ച് കേക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഡബിൾ ടേപ്പ് തീർന്ന് ഗൈസ്. സോ ഞങ്ങൾ അടുത്ത ഡബിൾ ടേപ്പ് അല്ല മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാണ്. ചേറിന്റെ അടി പോണ്ട, ഒട്ടിയിരുന്നോട്ടെ. ഇതാണ് ഇങ്ങനെ പശ മുറിക്കാൻ. നമ്മളിപ്പോ സൈഡ് ഒന്ന് ഒട്ടിക്കട്ടെ കേട്ടോ. പിങ്ക് കസേര ഉണ്ടാക്കണം. പിങ്ക് പോരാ ആശി? ബ്ലൂ ഇല്ല. അപ്പൊ ഞങ്ങള് പിങ്ക് കസേര ഒട്ടിക്കാൻ പോകണ്ട. നിൽക്കുന്ന അളവെടുത്തോട്ടെ അമ്മ. ഉണ്ടോ കാശീന? ഇല്ല. ആരെങ്കിലും കാണുന്നുണ്ടോ കാശീന? അപ്പൊ ഞങ്ങള് സൈഡില് പിങ്ക് ഒട്ടിച്ച്, അല്ല ഫ്രണ്ടില് പിങ്ക് ഒട്ടിച്ച് ഞങ്ങള് സൈഡില് യെല്ലോ ആയിട്ട് ഒട്ടിക്കണേ. യെല്ലോ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു കളർ പേപ്പർ ഇവിടെ കിടന്ന് കിട്ടി. അതെടുത്ത് നമ്മള് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണ്ടേ. കാശി അളവ് നോക്കുക. കണ്ട നമ്മള് സൈഡില് യെല്ലോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് പക്ഷെ ഒഴിക്കാം. നമ്മള് യെല്ലോ ഒട്ടിക്കട്ടെ ആദ്യം. എല്ലാ സൈഡിലും ഒട്ടിച്ച് ഇനി നമുക്ക് യെല്ലോ ഇപ്പർ സൈഡിലും ഒട്ടിക്കാം. ഈ സൈഡിലും കൂടി ഞങ്ങൾ യെല്ലോ ഒട്ടിക്കട്ടെ കേട്ടാ. എക്സ്ട്രാ എന്താ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഷീറ്റ് ആണ്, ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ കാശിക്ക് ഒരു ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇരിക്കുമ്പോ ഒരു ഭംഗി, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇവിടെ. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. തന്നെ അളവെടുക്കട്ടെ. ഒന്ന് മുറിക്കാനൊന്ന് കത്രിക തരാമോ? കാശ് മുറിക്കാൻ പറ്റില്ല, ഇതിന് കട്ടിയുണ്ട്. അപ്പൊ കാശിക്ക് മുറിക്കാൻ പറ്റില്ല. കാശിക്ക് നോക്കിക്കോ, ഇത് മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീത്തായി പോവും. കണ്ട കാശിക്ക് മുറിക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയുള്ളതാണിത്. അമ്മ തന്നെ മുറിക്കാട്ടാ. ഇതിങ്ങനെ മുറിച്ചിട്ട് ഞങ്ങൾ ഒട്ടിക്കണേ കേട്ടാ. അപ്പൊ ഇതിന് കുറച്ച് വരകളുള്ളതുകൊണ്ട് അത് വെച്ച് ഇങ്ങനെ മുറിച്ചിട്ടാണ് ഒട്ടിക്കണേ. ഡിസൈൻ ഒന്നും എടുക്കണില്ല കേട്ടോ. കറക്റ്റ് അളവിൽ ഞങ്ങൾ മുറിക്കല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ മുറിച്ചെടുക്കുകയാണ്. കാരണം ഇതിന്റെ പുറകിൽ ഓൾറെഡി പശ ഉള്ളതുകൊണ്ട് പശ ഒന്നും തേക്കണ്ട. അപ്പൊ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അടുത്തൊട്ടിക്കാൻ പോവാണ്. നമുക്ക് അതോട്ടെ അമ്മ ഒട്ടിക്കാട്ടാ. ഓക്കെ ഡൺ. ഇനി പറഞ്ഞാൽ നമുക്ക് മുകളിലൊട്ടിക്കാം. കാശ് പറിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങള് ജസ്റ്റ് ഇതിങ്ങനെ മുകളിലേക്ക് ഒട്ടിച്ചിട്ടാ. അത് നമുക്ക് മുറിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. മുറിക്കട്ടെ. ആ സൈഡില് മുറിക്ക, സൈഡില് വെച്ചിട്ട് മുറിക്കാട്ടാ. ഇതിവിടെ ഒട്ടിക്കണ്ട, വേണ്ട. ഓക്കെ ഡൺ. കാശിപ്പുറം അത് മുറിക്കാനാണ് ഇപ്പൊ. അതാണ് ഞങ്ങൾ ഒട്ടിച്ചത് ഇവിടെ. ഫോം ഒട്ടിച്ച് ഞങ്ങള് അതിന് നമുക്ക് സൈഡില് താഴോട്ട് ഇങ്ങനെ സൈഡിൽ ഒട്ടിക്കാം. ഇവിടെ അമ്മ നോക്കട്ടെ, അളവ് നോക്കിട്ട് തരാം. കൈ മുട്ടിച്ച് കളയല്ലേ, പശ കളയല്ലേ. അതിന് പശ ഉണ്ടായത് അത് കടയിൽ നിന്ന് മേടിച്ചപ്പോ തന്നെ നമ്മ പശ ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായി. അയ്യോ വടക്കണ്ട, ഒട്ടിച്ച് കളയല്ലേ. നമുക്ക് ഒട്ടിക്കാനുള്ളതല്ലേ. അമർത്തിക്കോ. നമ്മുടെ കസേര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നമ്മുടെ കാശിയുടെ കുഞ്ഞു കസേര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡൺ. നമ്മളെന്താ വെച്ചിട്ടുണ്ടാക്കിക്കണത്? ബിസ്ക്കറ്റിന്റെ പെട്ടി വെച്ചിട്ടാണ് കാശി ബലൂണി കിടക്കാം. ഞങ്ങള് ബിസ്ക്കറ്റിന്റെ പെട്ടി വെച്ചിട്ട് നമ്മള് ബിസ്ക്കറ്റിന്റെ പെട്ടി വെച്ചിട്ടാണ് ഈ ഒരു കസേര ഉണ്ടാക്കി എടുത്തേക്കണേ. ഒരു 10, 15, 20 പെട്ടി, 20 ബിസ്ക്കറ്റിന്റെ പെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കസേര ഉണ്ടാക്കി എടുത്തേക്കണേ കേട്ടോ.
പിന്നെ കളർ ചാർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കാശി ഇരുന്ന് കാണിച്ചു കൊടുക്ക്. കണ്ട കാശിക്ക് പൊക്കിക്കൊണ്ട് കിടക്കാൻ പറ്റും. ഇരുന്ന് കാണിച്ചു കൊടുത്തേ കാശി. യെസ്. ആ നീക്കി വെച്ചോ. നീക്കി വെച്ചോ. ഓക്കെ. മുട്ടിച്ചു വെച്ചോ. നീ ഒന്ന് ഇരുന്ന് കാണിച്ചേ. യെസ്. കാശിക്കുട്ടൻ അങ്ങനെ കസേരയിൽ ഇരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അവിടെ കേറാൻ പറ്റും. കസേര എങ്ങനെ ഇഷ്ടായോ? കസേര ബെഡ്മ കയറ്റി വെക്കണ്ട. ഇവിടെയോ? ഇവിടെ ഇട്ടാ മതിയാ? എന്തിനാ അവിടെ ഇടുന്നത്? കസേരമേ കൂടി ചവിട്ടി ഇതുമ്മ കേറാനാ? അത് വേണ്ട, കസേര ഇരിക്കാനാണ് ഉണ്ടാക്കിയേക്കണേ. വേണ്ട, ചവിട്ടി കയറാൻ ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇത് കാശിക്ക് ഇരിക്കാനുള്ള കസേരല്ലേ. ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കും. ഇരുന്ന് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഒന്ന്. വേണ്ട, കാശിയുടെ കസേര ഇരുന്ന് കാണിച്ചു കൊടുക്കാം ആദ്യം. അനങ്ങാണ്ട്. ഓക്കെ. എന്തോന്ന് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞേ? ബിസ്ക്കറ്റിന്റെ പെട്ടി കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കസേരയിലാണ് കാശിക്കുട്ടൻ അങ്ങനെ ഇരിക്കുന്നത് അല്ലെ. വേറെ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്? പിന്നെ ഒരു കാർഡ്ബോർഡ്, പിന്നെ ഫോം ഷീറ്റ്, പിന്നെ കളർ പേപ്പർ. കാശിക്കുട്ടൻ ഒട്ടിച്ച ഇതാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഓക്കെ, ഡൺ. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടാ? ഇത് ഞങ്ങക്ക് കാശിക്കുട്ടൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ് ഈ ഒരു ഗ്യാപ്പ്. കാശിക്കുട്ടൻ കമോൺ ലെറ്റ്സ് ഗോ. സോ നമ്മുടെ കസേരയുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. ചെറുതായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചതൊക്കെ ചെറുതായിട്ട് ചെരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കസേര ആയിട്ടുണ്ട് കാശിക്ക്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട്. പുറകിലുള്ള ആ ഒരു ഫോം ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അല്ലാണ്ട് കളർ പേപ്പർ അല്ലെങ്കിൽ ചാർട്ടൊക്കെ വെച്ചിട്ട് ഇത് ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സംഭവം എന്തായാലും കുറച്ച് ദിവസത്തേക്കൊക്കെ കാണുള്ളൂ. എത്ര ദിവസത്തേക്ക് കാണുമെന്നൊന്നും അറിയില്ല. എന്നാലും കാശിക്കുട്ടിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു ചെയറുണ്ടാക്കി കൊടുത്താണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കൂട്ടുകാരെ. അപ്പൊ നാളെ ഒരു കുഞ്ഞു DIY ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.